ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളോടൊപ്പം ചായ കുടിക്കാൻ ഇരിക്കുന്നത് പോലെയുണ്ട്. എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ ചിരിയും. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ഞാൻ നിങ്ങളെല്ലാം മുമ്പിലിരിക്കുന്നത്. ഇത്രയും സന്തോഷം നിറഞ്ഞ നമ്മുടെ ഈ കുടുംബം വന്ന് പിറക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം നമുക്ക് കൊറോണ വന്നത് ഇപ്പൊ ഒരു അനുഗ്രഹം പോലെയാണ്. അതുപോലെയാണ് ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. ഒരു രോഗിയായത് ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അന്ന് ഞാനൊരു രോഗിയായത് കൊണ്ടാണല്ലോ എനിക്ക് നമ്മുടെ ഈ സ്വർഗതുല്യമായ നമ്മുടെ ഈ കുടുംബത്തിലേക്കും ശാഖരം പോലെ പടർന്നു കിടക്കുന്ന നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന കുടുംബത്തിലേക്ക് എനിക്ക് പിറക്കാൻ പറ്റിയത് ആ രോഗത്തിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ അന്ന് എനിക്ക് രോഗം വന്നത് ഈശ്വരൻ തൊട്ടറിഞ്ഞ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ വരാനും എൻ്റെ ഈ കുടുംബത്തിലേക്ക് വരാനും എന്തൊരു സന്തോഷത്തോടെയാണ് സെലീനയ്ക്കയും അല്ല അങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയില്ല. നമ്മുടെ ഗീതാ പ്രകാശ്, ഷാജിക്ക, ബിജു സാർ, നമ്മുടെ കോട്ടയം സാറ്, എന്ത് കൊച്ചു കുട്ടികളാ ഇത്ര രാവിലെ എണീറ്റ് കുളിച്ച് നല്ല സന്തോഷത്തോടു കൂടി എല്ലാരും ചിരിച്ച മുഖത്തോടെ ഇരിക്കണേ. ഇതിങ്ങനെ കാണാൻ തന്നെ നമ്മൾ ഭാഗ്യം ചെയ്യണം. നമ്മുടെ മുൻജന്മ ഭാഗ്യമായിരിക്കാം. സരിത മോളെ കേക്കാമോടാ? കുഴപ്പമില്ല. അപ്പൊ ഇന്ന് എനിക്ക് ഈ അവസരം തന്ന ഈശ്വരനോടും സാഗർ ജോഷി സാറിനോടും മനോജ് സാറിനോടും ഡാനി സാറിനോടും അഭി സാറിനോടും എൻ്റെ എല്ലാമായ നമ്മുടെ ഈ ബയോട്ടറിലെ രാജകുമാരനോടും ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ വന്ന സരിത മോള്, ഞങ്ങള് ഭയങ്കര എൻ്റെ ഒരു കൂടെ പിറന്ന കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് സ്നേഹം, കൂട്ടായ്മ, അതിലൂടെയാണ് ഞാൻ കൂടുതൽ ജീവിച്ചു പോന്നിരിക്കുന്നത്. എപ്പോഴും എവിടെ ചിരിച്ച് കളിച്ച് കൂടെവരുടെ കൂടെ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടായിരിക്കാം ഈ സമയത്ത് ദൈവം എനിക്ക് ഇത്രയും നല്ലൊരു ഫാമിലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അതിൽ നിന്ന് വളരെയേറെ ഒന്നുകൂടി ഞാൻ എടുത്തു പറയണു, ഹാപ്പിയാണ് ഞാൻ. നമ്മുടെ നമുക്ക് പറയുമല്ലോ, ഹെൽത്ത് ആൻഡ് വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, ഇതെല്ലാം ഉള്ള ഒരു നമ്മുടെ ഈ ബയോട്ടറിൽ നീന്തി തുടിച്ച് നടക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഇപ്പൊ ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാർന്ന് തിന്ന്, സാധാരണ പറയും ക്യാൻസർ ആണ് നമ്മളെ കാർന്ന് തിന്നണേന്ന്. പക്ഷെ അതിലും ഭയങ്കരമായി നമ്മളെ ഓരോ സൈഡ് മുതൽ പഴുത്ത് നമ്മുടെ അവയവങ്ങളെല്ലാം നശിഞ്ഞ് ഭയങ്കരമായ രോഗിയായി മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പം എന്ത് പറ്റി എന്നുള്ള ഈ ചോദ്യവും നമ്മൾ തീർത്തും അവശ്യരായി പോകുന്ന ഒരു സമയം. അതൊക്കെ അനുഭവിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തോരം ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു വരുന്നത്. ഏത് രോഗം വന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെ രോഗം വന്ന് നമ്മുടെ കയ്യിലേക്ക്, എൻ്റെ കയ്യിലേക്ക് യൂനുസ്ബായിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കളമശ്ശേരി, എറണാകുളം HMD നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്ത് എൻ്റെ അയലക്കംകാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. പണ്ട് കാലം പോലെ എനിക്കറിയാം, ഡെയിലി പ്രോഡക്റ്റ് വെച്ച് തരുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഒരു ഈശ്വരനായിട്ടാണ് കണ്ടത്. ഇങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ മഹിമ കൊണ്ട് മാത്രമാണ്. പിന്നെ ഓരോ ദിവസവും ചെല്ലും തോറും ആളുകൾ പറയും ഒത്തിരി എനർജറ്റിക് ആയി വരുന്നെന്ന്. അതിന് നമ്മുടെ പ്രൊഡക്റ്റിനെ 1000 വട്ടം നമ്മൾ നമിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ നമുക്ക് എനർജറ്റിക് കൂടുമെന്നാ പറയുന്നത്. നമ്മുടെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഏതൊരു വ്യക്തിയെ കണ്ടാലും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും നമുക്ക്. കാരണം നമ്മുടെ കയ്യില് ബാൻഡ് ഉണ്ട്, പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ കുപ്പി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും, അതെല്ലാവരും കാണും. അപ്പൊ എപ്പോഴും ചോദിക്കും ഇതെന്താടോ. ഇങ്ങനെ നമുക്ക് മനോജ് സാറ് പറഞ്ഞ പോലെ നമ്മള് പുറത്തോട്ട് ഇറങ്ങിയാല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചുരുക്കി ഞാൻ പറയുന്നതാണ്, നമുക്കൊരു 5 പേരോടെങ്കിലും സംസാരിക്കണം. 5 പേരല്ല, അതേ ചുരുക്കി പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകുമ്പോ രാവിലെ കുളിച്ച് ഒരുങ്ങി തിരക്കിട്ട് 8 മണിയാകുമ്പം ഓഫീസിലെത്തും. ഓഫീസിൽ
എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് 8 മണിക്ക് പഞ്ച് ചെയ്യണം. പിന്നെ അവരുടെ പരാതികള് പരിഭവങ്ങള് നമ്മൾ എത്ര സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്താലും നമുക്ക് എപ്പോഴും എന്തെങ്കിലും കുറ്റങ്ങളും പരിഭവങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും. ഇതൊന്നും കേൾക്കണ്ടാത്തൊരു മേഖലയിലാണ് നമ്മൾ വന്നു പെട്ടിരിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ജോലിക്ക് ഇറങ്ങാം, നമ്മുടെ ഇഷ്ടത്തിന് മറ്റുള്ളവരോട് നമുക്ക് സംസാരിക്കാം. സെയിലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വലിയൊരു കുടുംബം നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ലാതെ എന്ത് വന്നാലും എല്ലാം ശരിയാകുമല്ലോ, എല്ലാം ശരിയാകും. നമുക്ക് ടീം വരാൻ വൈകിയപ്പം യൂൻസുമായി പറയും വരും വരും. അപ്പൊ ആ ഒരു ഉറപ്പ് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമുക്കൊരു പരാജയം നമ്മുടെ മുമ്പിലില്ല. കാരണം ദുഃഖിക്കേണ്ട ഒരു അവസരം നമുക്ക് തരണില്ല. അല്ല എന്താണ് താൻ ബിസിനസ് എടുക്കാത്തെ, എത്രയും ദിവസമായാലും ഒരു ബിസിനസ് ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു വഴക്ക് പറയാൻ ഒരാളില്ല. അഭിലാഷ് സാർ പറഞ്ഞ മാതിരി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഒരു കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. ചില ദിവസം ചിലപ്പോൾ നമുക്ക് കുറച്ച് ബിസിനസ് പെട്ടെന്ന് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് സ്ലോ ആവും എന്നും പറഞ്ഞ് നമ്മളെ മുഖം കറുപ്പിച്ച് മാറ്റി നിർത്തുന്ന ഒരു ഫാമിലി അല്ല നമ്മുടേത്. അത്രയും അതൊക്കെ ശരിയാകുമെന്നും പറഞ്ഞ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ എന്റെ ഈ രോഗം എനിക്ക് വന്നപ്പോ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് എന്റെ കൂടെയുള്ള കുറെ അന്നാണ് ശരിക്കും ഞാൻ അറിയുന്നത് ഞാൻ എന്തോരം പേര് എനിക്ക് പരിചയമുണ്ടെന്നും എനിക്ക് അവരൊക്കെ ആയിട്ട് എന്തോ ഒരു സ്നേഹം ഉണ്ടെന്നും അറിയണത് ഞാനൊരു ഫീൽഡിലേക്ക് വന്നപ്പോഴാണ്. മറ്റേ നമ്മളിങ്ങനെ പോകും, ചിരിക്കും, വർത്താനം പറയും, കളിച്ച് ചിരിച്ചങ്ങ് പോകും. പക്ഷെ നമ്മുടെ വാക്കിന് നമ്മുടെ ഫ്രണ്ട്സ് എന്തോരം വില തരണുണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴാണ്. കാരണം നമ്മൾ എന്നെ കണ്ടുകൊണ്ടും ഞാൻ പറഞ്ഞ കേട്ടുകൊണ്ടും എനിക്ക് ബിസിനസ് ഒത്തിരി ഒത്തിരി നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റിയത് എൻ്റെ ഫ്രണ്ട്സിലൂടെയും എൻ്റെ പരിചയക്കാരിലൂടെയും. ബസ് എവിടെ കയറിയാലും, ബസ്സാണെങ്കിൽ പോലും കണ്ടക്ടർ ഉണ്ടാവും, ഡ്രൈവർമാരുണ്ടാവും. 2 ദിവസം അടുപ്പിച്ച് കയറി അവര് നമ്മുടെ ഫ്രണ്ട്സായി. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഫ്രണ്ട്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ കേൾക്കാൻ അവരെല്ലാവരും തയ്യാറാണ്. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലായാലും നമ്മൾ പരിചയപ്പെടും നമ്മുടെ കൂടെയുള്ള കൂടപ്പുറപ്പങ്ങള് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് തരുമ്പോ അതൊരു സ്വർഗതുല്യമായി നമ്മൾ കാണണേ. എന്നെ കേട്ടല്ലോ ഇത്രയും നേരം. അവര് പ്രൊഡക്റ്റ് എടുക്കുവോ എടുക്കാതിരിക്കുവോ അതിൽ ഞാൻ അധികം ഇത് കാണിക്കാറില്ല. ഞാൻ എപ്പോഴും പറഞ്ഞത് എനിക്ക് കിട്ടിയ ഒരു സൗഖ്യം, എന്നെ തൊട്ടറിഞ്ഞ ഈ ബയോട്രീം എന്ന പ്രൊഡക്റ്റ് മറ്റുള്ളവരോട് പറയുകയും അവരത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവാനുഗ്രഹം വേണം, അല്ലെങ്കിൽ അവര് പറയും വേണ്ടാന്ന്. അപ്പൊ നമ്മള് എത്ര പേരോട് പറഞ്ഞാലും പതറാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കും, ഇപ്പൊ നമുക്ക് ഈ ഈ ഗീർ പശുവിന്റെ നെയ്യ്, അതുപോലെ തന്നെ അൾട്രാബെറീസ്, ഇതൊക്കെ വന്നപ്പോ കൂടുതൽ എന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലൂടെ മാത്രമാണ്. കാരണം നമ്മൾ ചെന്ന് പറയുമ്പോൾ നമ്മളെ നിരസിക്കാതെ ചിലപ്പോ പൈസ കൂടി കുറച്ച് പൈസ തന്നിട്ട് ഇത് വേണ്ടാടി എന്നും പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടിട്ടില്ല. ഉള്ള പൈസ തന്നിട്ട് എടുക്കുകയും ഇന്ന് വരെയും ഒരാളിൽ നിന്നും പറ്റിക്കപ്പെട്ടിട്ടില്ല ഞാൻ. കാരണം ഇത്രയും പല പ്രാവശ്യം ഞാൻ ഇപ്പം ഒരു 5 കുപ്പിയൊക്കെ എടുക്കുന്നവർക്ക് ഞാൻ ചിലപ്പം 2000 രൂപയ്ക്ക് വരെ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് എനിക്ക് ലാഭം മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ എന്നോട് അവർ കാണിച്ച വിശ്വാസം, ഈ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും അവരെടുക്കുന്നു. അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാകുമ്പോൾ നമ്മൾ എപ്പോഴും ലാഭം മാത്രം പ്രതീക്ഷിക്കാതെ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഞാൻ 3250 രൂപയ്ക്ക് മാത്രമേ വിൽക്കൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല. നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് 3250 രൂപയും കിട്ടും, ഒരു പൈസ പോലും കുറയ്ക്കാതെ ജ്യൂസിന് നമുക്ക് തരുന്നവരും ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരെയും ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പനി ജോലി അതുപോലെ കുറച്ച് ആളുകളെ നമുക്കറിയാം. ഇപ്പോഴാണ് നമുക്ക് കടല് പോലെ ഈ ബയോട്രീ ഇങ്ങനെ കടല് പോലെ കിടക്കണേണ്. അപ്പൊ കടല് പോലെ ആളുകളെ നമുക്ക് ഫ്രണ്ട്ഷിപ്പായി കിട്ടിയതൊക്കെ ഇപ്പോഴാണ്. അന്നെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ യാത്ര മധ്യത്തില് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് പിന്നെ പല ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോ അവിടെയുള്ള കുറെ ഫ്രണ്ട്സുകള് ഇങ്ങനെയൊക്കെയേ ഉള്ളു. പക്ഷെ ഇന്നിപ്പം നമ്മള് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തികളായി മാറി. എവിടെ ചെന്നാലും നമുക്ക് പരിചയക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ പരിചയക്കാർ വേണം എന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ. നമ്മള് ഇന്ന് കാണുന്നവരോട് നമുക്കിത് സംസാരിക്കാം,
നല്ല നെഞ്ചുറപ്പോടുകൂടി സംസാരിക്കാം. കാരണം നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ പിന്നെ വേറെ അതുപോലെ എന്ത് പ്രൊഡക്റ്റും ഞാൻ ഉപയോഗിക്കാതെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാറില്ല. നെയ്യാണേലും ഇപ്പൊ 3 കുപ്പി കഴിഞ്ഞ് 4ാമത്തെ കുപ്പി എന്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. എന്റെ വീട്ടിലെല്ലാവരും ആ നെയ്യാണ് ഉപയോഗിക്കുന്നത്. കുക്കിങ്ങിന് ഞങ്ങൾ അതെടുക്കും. ദോശ ചുടാനാണേലും അതുപോലെ ബ്രെഡ് പൊരിക്കാനാണേലും എന്റെ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചത്. അതുപോലെ ജ്യൂസും അങ്ങനെ തന്നെ. ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷുഗർ പേഷ്യന്റ് ആവുമ്പോൾ അങ്ങനെ എനിക്കിടയ്ക്കൊന്ന് ഷുഗർ കൂടിയായിരുന്നു. കാരണം എത്ര ഷുഗർ കൂടിയാലും നമ്മുടെ പ്രൊഡക്ഷനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് ഇത്തിരി അസുഖങ്ങൾ കൂടുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ചിലർ പറയും അത് ഉപയോഗിച്ചിട്ട് എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടി. അത് നമ്മുടെ കയ്യിലിരിപ്പോണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മള് ഇത്തിരി കുറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് വിചാരിക്കും, ഇച്ചിരി പായസം കുടിക്കാം, അല്ലെങ്കിൽ 2 നേരം ചോറ് തിന്നാം. മലയാളികൾക്ക് ചോറാണല്ലോ പ്രധാനം. അപ്പൊ ഇച്ചിരി 2 നേരം ചോറൊക്കെ തിന്നാന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ഫുഡ് കഴിക്കും, കേക്ക് കഴിക്കും. അങ്ങനെ നമുക്ക് വീണ്ടും അസുഖം കൂടുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറയാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം നമ്മൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഷുഗർ കുറച്ച്, അതായത് എൻ്റെ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് പായസവും ചോറും ഒക്കെ കഴിച്ച് ശരിക്കും എനിക്ക് അങ്ങ് ഷുഗർ കൂടി. അപ്പൊ എനിക്കൊരിക്കലും എന്റെ പ്രൊഡക്റ്റിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നവരോട് നമുക്ക് ഒരിക്കലും പേടിക്കാതെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ എന്താ കഴിച്ചത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പോയിട്ടുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഭയങ്കരമായ റിസൾട്ട് കിട്ടുമെന്നും പറഞ്ഞ് തോന്നിവാസം ജീവിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞ് നമ്മൾ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർ പറയും ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്നപ്പോ അവര് തന്നെ സമ്മതിക്കുന്നു നമ്മളോട്. അപ്പൊ എന്തും നെഞ്ചർപ്പോടുകൂടി സംസാരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഉപയോഗിച്ചു, നമുക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ്. അട്രാബെറി ജ്യൂസും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നവരോട്. അപ്പൊ എനിക്ക് അനുഭവം വന്നുകൊണ്ടാണ് മറ്റൊരാളോട് പറയാൻ പറ്റും. ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ 5 ml കഴിച്ചാൽ മതി, എന്നാലും കഴിക്കാം. നമുക്ക് ഷുഗർ പേഷ്യന്റ് എനർജി കിട്ടും 5 ml ആവുമ്പോ. 10 ml അത് 15 ml ഒന്നും കഴിക്കണ്ട. നല്ല ആരോഗ്യമുള്ള ഒരാൾക്കാണെങ്കിൽ 10 ml കഴിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ സെയിൽ ചെയ്യാവുള്ളൂ. അതിന് 30 ml വെച്ച് കഴിച്ചാൽ നമ്മുടെ കുപ്പി ജ്യൂസ് വേഗം തീരും, നമുക്ക് സെയിലും വേഗം കിട്ടും. പക്ഷെങ്കിൽ നമുക്ക് വീണ്ടും അവരുടെ അടുത്ത് പോകണം, വീണ്ടും അവരുടെ ബിസിനസ് നമുക്ക് വേണം. അപ്പൊ ഇതിൽ പതുക്കെ പോയാൽ മതി. ചിലപ്പോ 2 മാസം കൊണ്ടേ തീരുള്ളൂ. അല്ല അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും നമ്മുടെ ബിസിനസ്സിലേക്ക് മാത്രം ഇത് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ എല്ലാം പിന്നെയും ബിസിനസ്സിന് നമുക്ക് വേണം. അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ 5ാമത്തെ കുപ്പിയാണ് എൻ്റെ അടുത്ത്. അത് ഞങ്ങളുടെ ഒരു കുപ്പിട്ടുണ്ടായി 5ാമത്തെ കുപ്പി. അവൾക്ക് ഞാൻ വെറും 2000 രൂപയ്ക്ക്, അത് എന്റെ ഫ്രണ്ട് തന്നെയാ, 2000 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്. എന്റെ ലാഭമല്ല ഞാൻ അവിടെ നോക്കിയത്. അവള് സാധാരണക്കാരിയാ, പക്ഷെ ശമ്പളം കിട്ടുമ്പം തന്നെ സാധാരണക്കാരിയാണെങ്കിൽ കൂടി ആ ശമ്പളം 15000 രൂപയ്ക്കാണ്ട് ശമ്പളം ഉള്ളൂ. ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്റെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് അവൾ ഇടും. എല്ലാ മാസവും അവളുടെ ഈ പൈസ 2500 വെച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. 3000 3250 ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഫ്രണ്ട്സിനൊന്നും. അപ്പൊ ഈ 2000 എത്ര രൂപ നമുക്ക് ഒരു ബെറി ജ്യൂസിൽ തന്നെ ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് വീണ്ടും എല്ലാവരും ഇടും. പിന്നെ നല്ല 220 രൂപയ്ക്ക് വിൽക്കാം. അതിനനുസരിച്ച് ഞാൻ കമ്പനിയിലെ എല്ലാം ഞാൻ 250 രൂപയ്ക്ക് തന്നെ കൊടുക്കണം. 1 രൂപ പോലും ഞാൻ കുറച്ച് കൊടുക്കാറില്ല, അതിന്റെ ആവശ്യമില്ല. അവിടെ എല്ലാവരും നല്ല കാശുള്ള ടീമാണ്. അതുപോലെ നമ്മുടെ നെയ്യ് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചു. പിന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മൾ അധികം ആളുകളോട് സംസാരിക്കാതെ തന്നെ ആളുകൾക്ക്, നമ്മളെ കണ്ടിട്ടുള്ളവർക്കും എൻ്റെ കമ്പനിയിലുള്ളവർക്കും മനസ്സിലാവും. അതുപോലെ ഗീർ പശുവിന്റെ നെയ്യ് എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകള് നോർത്ത് ഇന്ത്യയിലുണ്ട്. അവളിവിടെ വന്നപ്പോ ഞാൻ ഈ നെയ്യും കൊണ്ട് ചെന്നു, ഒരു നെയ്യ് കൊടുക്കാന്ന് വിചാരിച്ചു. അവരുടെ അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, അയ്യോ എൻ്റെ ചേച്ചി എനിക്കിത് വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു എന്താടി മോളെ? അപ്പൊ ചേച്ചി, ഞങ്ങൾക്ക് ഇവിടെ അംഗൻവാടി പോലും വിതരണം മോദി ചെയ്യുന്നത് ഗീർ പശുവിന്റെ നെയ്യാണ്. നമുക്ക് ഇവിടെ അംഗൻവാടികളിൽ ചെറുപയറും കഞ്ഞിയാണ് കൊടുക്കുന്നത്. അവിടെ പക്ഷെ അതല്ല, അവിടെ ഗീർ പശുവിന്റെ നെയ്യാണ് അംഗൻവാടിയിൽ കൊടുക്കുന്നത്. ഈ അംഗൻവാടിയിൽ ഗീർ പശുവിന് നെയ്യ് കൊടുക്കണമെങ്കിൽ അതെന്തോരും കുട്ടികൾക്ക് ഗുണകരമാണെന്നുള്ളത്. അതായത് എന്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്നാ പറഞ്ഞത്. അത് ഗ്യാസിന്റെ ഒരു കമ്പനിയാ.
ഭൂമിക്കടിയിൽ കൂടെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന്റെ കമ്പനിയാണ്. ഈ കമ്പനിയിലുള്ള സാറുമാർ മിക്കവരും നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തവര് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ തിരിച്ച് നമ്മുടെ കേരളത്തിൽ ഈ കമ്പനിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവര് നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ജീവിച്ച് ശീലിച്ചേക്കുന്നത്. ഫുഡ് പോലും നോർത്ത് ഇന്ത്യയിലാണ് അവിടെ ക്യാൻറ്റീൻ. അപ്പൊ അവരോട് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുകയേ വേണ്ട. കാരണം അവർക്ക് ഈ ഗീർ പശുവിന് നെയ്യ് എന്താണെന്ന് അറിയാം, നമ്മളുടെ ബോഡിയിലേക്ക് എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയാം. ഇപ്പൊ സെലിമിക്ക പറഞ്ഞ മാതിരി നമ്മൾ ഒരു ദിവസം അത് സെലിമിക്ക പറയാ ബോഡിയെ കുറിച്ച് പറഞ്ഞാട്ടാ, സെലിമിക്ക പറയുമല്ലോ, അത്രയൊന്നും പറയാൻ അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ഒരു ദിവസം നാക്ക് ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ നാക്കിൽ എന്തോ ഒരു അഴുക്കുണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു അഴുക്കുണ്ട് ഓരോ ദിവസവും. അപ്പൊ നമ്മുടെ ഈ നെയ്യ് നമ്മൾ വെറുമേറ്റി കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അഴുക്കുകളെല്ലാം പോകുമെന്നാണ് നോർത്ത് ഇന്ത്യൻകാര് പറയുന്നത്. അവിടെ ആ സാറുമാരും അവിടുത്തെ മേഡവും ഒക്കെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തന്ന കാര്യമാണിത്. അങ്ങനെയാണ് എനിക്ക് ആ അറിവ് കിട്ടിയത്. അപ്പൊ ഇത് ഞാൻ സെയിൽ ചെയ്യുമ്പോഴും പറയാറുണ്ട്. ഇപ്പൊ അതൊക്കെ നിസ്സാരമായി ചില ആളുകൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ശരിയാണ്, നമ്മുടെ ഉള്ളിലെ അഴുക്കുകൾ പോവാ, നമുക്ക് ബുദ്ധിവിദ്യ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം. അപ്പൊ നമുക്കിപ്പോ ഗീർ പശുവിന് നെയ്യ് കിട്ടാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ എനിക്ക് സെയിൽ ചെയ്യാൻ എന്നാണ്. റീപർച്ചേസിലൂടെയാണ് അത് എടുക്കുന്നത് എല്ലാ മാസവും. അപ്പൊ അതങ്ങനെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിനും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും നമുക്ക് ബിസിനസ് ചെയ്യാൻ ഏറ്റവും സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്ക് നമുക്ക് ഗീർ പശുവിനെ നെയ്യും നമ്മുടെ അൾട്രാബെറി ജ്യൂസും കൊടുക്കാം. ഞാൻ ശരിക്കും ഇതിൽ രണ്ടിലുമാണ് കൂടുതലും ഇതായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഇനി വാങ്ങിക്കാൻ പോണതേ ഉള്ളൂ, കൊടുക്കാൻ പോണതേ ഉള്ളൂ. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ ഏത് മീറ്റിംഗിൽ ചെന്നാലും ചേച്ചി ഈ ഗീതാ സുരേഷ് എങ്ങനെയാണ് അൾട്രാബെറി ജ്യൂസ് ഇത്ര സെയിൽ ചെയ്യണത് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത്. ഞാൻ സെയിൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ നമ്മൾ അറിയാത്ത റിസൾട്ട് കൂടി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കുട്ടികളുടെ വയറുവേദന മാറണത്, കാലിന്റെ മസിലിന് വേദന മാറണത്, കുട്ടികൾക്ക് നല്ല ഒരു ജ്യൂസാണ് നമ്മുടെ അൾട്രാബെറി ജ്യൂസ്. അതുപോലെ തന്നെ പിന്നെ വേറെന്താണ്, ഈ നമ്മളിത് കഴിക്കൂലേ, എന്താണ്, ഒരു വീട്ടില് ഒരു ഫ്രൂട്ട്സ് 2 ഫ്രൂട്ട്സ് അതിൽ കൂടുതൽ നമ്മൾ വാങ്ങിക്കില്ല. അത് വാങ്ങിച്ചാൽ തന്നെ ഈ കുരുള്ള മുന്തിരി പിള്ളേർക്ക് തിന്നാൻ ഭയങ്കര മടിയാ. ഓറഞ്ച് പൊളിച്ച അതിനകത്ത കുരു അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരെ അത് കഴിപ്പിക്കാൻ നമ്മൾ എന്തോ ഒരു കഷ്ടപ്പെടണമെന്ന് അറിയാമോ. അങ്ങനെ പോലും ഒരു പ്രോട്ടീൻ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തെ ഈ വിഷാംശങ്ങൾ വലിച്ചു കയറ്റുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ അൾട്രാബെറി ജ്യൂസും ഗീർ പശുവിന്റെ നെയ്യും. അതുകൊണ്ട് ഇത് സെയിൽ ചെയ്യാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഏതൊരു വ്യക്തിയോട് പറഞ്ഞാലും 5 ml എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബട്ടർ എനർജി പണ്ടിൽ ചുറ്റി വെച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തവര് പച്ചവെള്ളം ഒഴിച്ച് കലക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ പിന്നെ അവരുടെ ആരോഗ്യം വരില്ല, അവർക്ക് നല്ല എനർജറ്റിക് കിട്ടുകയും നല്ല ആരോഗ്യത്തോട് വളരുകയും ചെയ്യും. പിന്നെ എനിക്ക് എൻ്റെ ഒരു അറിവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബയോട്ടർ എന്ന മഹാശാഹരത്തിൽ ഇങ്ങനെ നീന്തൽ പഠിച്ചു വരുന്ന ഒരു ചെറിയ കുട്ടിയാണ് ഞാൻ. സെലീമിക്ക, നമ്മളൊക്കെ ചെറിയ കുട്ടികളല്ലേ. സെലീമിക്ക ഡോക്ടറാണ്, അത് വേറൊരു കാര്യം. അപ്പൊ ഞാന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സരിതമോളാണ് ബാക്കി സംസാരിക്കുന്നത്. പിന്നെ സരിതമോളെ കുറിച്ച് ഞാൻ എന്താ പറയാ, ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി. എപ്പോ കൂടിയാലും എരുണിയാകാതെ പിരിയാറില്ല. മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചാണ്. അതുപോലെ നമ്മുടെ ഗോൾഡൻ ബെൽ തങ്കമണി, ഞങ്ങളെല്ലാവരും നമ്മുടെ ഓഫീസിൽ ഒത്തുകൂടുകയും വളരെ സന്തോഷത്തോടുകൂടി ലൈഫ് മുന്നോട്ട് പോവുകയും, ജീവിതത്തിലെ ഏറ്റവും നമുക്ക് വേണ്ടത് സന്തോഷമാണ്. പിന്നെ രോഗം വരരുത്, പിന്നെ നമുക്ക് പണം വേണം. ഇതെല്ലാം നമുക്ക് ഒത്തു തന്നിരിക്കുന്ന ഒരു വലിയൊരു കുടുംബത്തിലാണ് നമ്മൾ പിറന്നിരിക്കുന്നത്. നമ്മൾ ദൈവാനുഗ്രഹം ഉള്ളവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ വരില്ല, ഇങ്ങനെ ഇരിക്കില്ല. ഇപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച ദിവസങ്ങളില് നമ്മളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന ദിവസം ഞായറാഴ്ച.
അപ്പൊ കൊതി തീരുന്നിരുന്ന് ചിലപ്പോ 11 മണി എനിക്കും. ഓക്കെ താങ്ക് യു ചേച്ചി, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഗീത ചേച്ചി വളരെ ഭംഗിയായിട്ട് തന്നെ പരിചയപ്പെടുത്തി. ഗീത ചേച്ചിക്ക് വാദോരാതെ സംസാരിക്കാനുണ്ടാവും. കാരണം ആ ഒരു മേഖലയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരോടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാല് നിർത്താതെ സംസാരിക്കാൻ പറ്റും. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത്. പലരും വിചാരിച്ചു കാണും ഗീത ചേച്ചി തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാം എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവും. കാരണം അത് അത്രയും എത്ര നമുക്ക് ഒരു ദിവസം ഫുള്ളിരുന്ന് പറഞ്ഞാലും തീരാത്തത്ര നമുക്ക് പറയാനുണ്ട്. ചേച്ചി മോളെ എന്ന് വിളിക്കാൻ ചേച്ചിക്ക് അത്രയും നമ്മുടെ മേലെ അധികാരം ചേച്ചിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചി മോളെ എന്ന് വിളിച്ചത്. ഞങ്ങൾക്കും അത് തന്നെയാണ് ഇഷ്ടം. ഗീത ചേച്ചി, ഗീത സുരേഷ്, ഗീത പ്രകാശ് ഒക്കെ ഞങ്ങളുടെ അമ്മമാര് തന്നെയാണ്. അവര് ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അത്രയും വളരെ എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ചേച്ചി വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. താങ്ക് യു ഗീത ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ ഒരു അവസരം തന്ന എന്റെ ലീഡേഴ്സിനോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയില് നമ്മൾ ഡയറക്ട് സെല്ലിംഗ്, എന്താണ് ഡയറക്ട് സെല്ലിംഗ്, നമ്മൾ വുമൺ ഡൊമിൻസ് ഇൻ ഡയറക്ട് സെല്ലിംഗ് എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വിഷയം തന്നെ, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ്. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു വിഷയം. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു പ്രത്യേക കഴിവുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ ഒരു വിഷയത്തിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു വിഷയം എന്നിലേക്ക് വിശ്വസിച്ച് എന്റെ ലീഡേഴ്സ് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞു. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഒരിക്കൽ കൂടി അവർക്ക് എന്നെ നന്ദി അറിയിക്കാണ്. അപ്പൊ എന്താണ് നമുക്ക് ഡയറക്ട് സെല്ലിങ്ങില് സ്ത്രീകൾക്കുള്ള ഒരു എന്തായാലും നമ്മള് സ്ത്രീകൾക്ക് നമ്മള് ഡയറക്ട് സെല്ലിംഗ് മേഖലയില് ഡയറക്ട് സെല്ലിംഗ് മേഖല തന്നെയല്ല, ഏത് മേഖല എടുത്താലും നമ്മൾക്ക് എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ടാക്കിയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫ്ലോയിലൂടെ സംസാരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും സഹകരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഡയറക്ട് സെല്ലിംഗ് മേഖല എടുത്താലും ഏതൊരു മേഖലയിലും നമുക്ക് കഴിവ് തെളിയിക്കാൻ എന്തായാലും സ്ത്രീകൾക്ക് തന്നെയാണ് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തന്നെ ആയിരിക്കണം എല്ലാവരുടെ അഭിപ്രായം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡയറക്ട് സെല്ലിംഗ് മേഖലയിലാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. ആ ഒരു മേഖലയില് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സ്ത്രീകളുടെ ആധിപത്യം, അല്ലെങ്കിൽ അവരുടെ എന്താണ് അവർക്ക് ആ മേഖലയിൽ തിളങ്ങാൻ സാധിക്കുമോ എന്നൊക്കെ പല പല ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണ് ഡയറക്ട് സെല്ലിങ് എന്നും ഡയറക്ട് സെല്ലിങ് കൊണ്ട് നമുക്ക് ഉള്ള നേട്ടങ്ങൾ എന്താണ്, അത് തിരഞ്ഞെടുക്കാനുള്ള ഗുണം എന്താണ് എന്നതിനെ കുറിച്ച് ഞാനൊരു കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കുറച്ച് സമയം എന്നിലേക്ക് ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ മേഖല ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് തന്നെയുണ്ട്. അത് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് അല്ലെ, നമുക്ക് നേരിട്ട് ആ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ഒരു രീതി തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കാരണം ഇടനിലക്കാരില്ലാതെ തന്നെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ, ഒരു സോപ്പ് ആയിക്കോട്ടെ, ഒരു ചീപ്പ് ആയിക്കോട്ടെ, അത് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾക്ക് ഉണ്ടാവും. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ അങ്ങനെ ഇന്നത്തെ ഒരു ഇതിൽ അങ്ങനെയല്ല നമ്മൾക്ക് ഓരോന്നും കിട്ടുന്നത്. നമ്മൾ അതിന്റെ ഇരട്ടി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഓരോ സാധനങ്ങളും മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും നമുക്കൊരു ഹാപ്പി തരുന്ന ഒരു മേഖല തന്നെയാണ്. പിന്നെ ഈ മേഖല തിരഞ്ഞെടുത്താല് അത് മെയിനായിട്ട് അതിന്റെ സെയിൽസ് തന്നെയാണ് ഡയറക്ട് സെല്ലിങ്ങിൽ ഉള്ളത്. അപ്പോ ആ സെയിൽസ് നമ്മൾ എങ്ങനെ ചെയ്യാം അല്ലെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഒരാളെ സമീപിക്കാൻ. അല്ലാതെ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ അവര് അവിടെ പോയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ അവര് അത് നെഗറ്റീവ് പറയും, അല്ലെങ്കിൽ അവര് വലിയ വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മളോട് അത് ചോദിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പൊ നമ്മളൊരു കോൺഫിഡൻസിൽ ചെയ്യുക. ആദ്യം നമ്മൾ സ്വയം സന്തോഷിക്കുകയും നമ്മളെ തന്നെ സ്നേഹിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പവറിൽ വേണം നമ്മൾ ചെല്ലാനായിട്ട്. ആ ഒരു പവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് എന്ന് തന്നെ പറയാം. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു സമയം
നമ്മൾ എത്ര ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തികളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഈ ടൈമിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ സൂമിൽ ഇരിക്കുമ്പോഴും പല പല കാര്യങ്ങൾ അവിടെ വേറെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഇപ്പോ കൂടുതൽ ഈ സൂമിലുള്ളത്. അപ്പൊ അതേപോലുള്ള കഴിവ് പുരുഷന്മാർക്ക് ഇല്ല എന്നുള്ളത് തീർച്ച തന്നെയാണ്. അവര് ഓരോ കാര്യത്തിന് ഇതിന്റെ ഇടയിൽ അവരും ഓരോന്നിനെ നമ്മളെ വിളിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ ഓരോന്ന് ഒരു 10 കാര്യം ഒരുമിച്ച് ചെയ്യണതിന്റെ ഇടയിൽ അതും കൂടി അവരുടെ കാര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു രീതിയാണ് സ്ത്രീകളുടേത്. അപ്പൊ അവരുടെ കഴിവ് ഭൂമിയിൽ ഒരു പുരുഷനും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. കാര്യം നമ്മളുടെ ഒരു ശക്തിയും നമ്മളുടെ ഒരു എല്ലാം അവരുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ് എങ്കിലും നമ്മളുടെ അത്ര പവറൊന്നും പുരുഷന്മാർക്കില്ല. ഞാൻ കാലത്ത് തന്നെ കയറിയുന്ന പുരുഷന്മാരെ വിമർശിക്കുകയാണെന്ന് ഒന്നും തോന്നണ്ട. ഷായി സാറിന് അങ്ങനെ ഒന്നും തോന്നണ്ട കേട്ടോ. ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തായാലും അത് ഓക്കെ ആണെന്ന് നിങ്ങളും സമ്മതിച്ചു തരുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇടനിലക്കാരിൽ അത് എത്തിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു ഇത് പരസ്യമില്ല. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഗീതേജ് പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിൽക്കാനായിട്ട് നമുക്ക് പരസ്യക്കാരോ അല്ലെങ്കിൽ ഏജൻസിയോ ഒന്നും ഇല്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് ഇതിലെ പരസ്യക്കാരും. മമ്മൂട്ടി ആയാലും അമിതാഭ് ബച്ചൻ ആയാലും ഐശ്വര്യ റോയി ആയാലും എല്ലാവരും നമ്മൾ ഈ ബയോട്ടോറിയം എന്നുള്ളൊരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് തന്നെയാണ് ഇതില് ഉള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതില് അഭിമാനിക്കാവുന്ന കാര്യമാണ് അല്ലെ. അത് തന്നെ നമ്മുടെ ആത്മവിശ്വാസം അല്ലേ. അപ്പൊ അതാണ് ഏറ്റവും വലുത്. നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളായിട്ട് ഇരിക്കുക, നമ്മൾ നിഷ്കളങ്കമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുക, കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക. അതാണ് നമ്മൾ ഈ മേഖലയിലേക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം ഉണ്ടാക്കാൻ, ആ ബന്ധം നല്ല രീതിയിൽ നിലനിർത്താനും കഴിവുള്ളവർ തന്നെയാണ് സ്ത്രീകള്. അത് എത്ര വലിയ ബന്ധമാവട്ടെ, എത്ര ചെറിയൊരു ബന്ധമാവട്ടെ, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കഴിവ് കൂടിയൊരു വ്യക്തികൾ തന്നെയാണ് നമ്മൾ. അത് സ്വയം നമ്മൾ മനസ്സിലാക്കുക ആദ്യം. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ സ്ത്രീകളാണ്, നമ്മൾ പോയാൽ അത് ശരിയാവില്ല, അവിടെ നമ്മൾ ലീഡേഴ്സിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ആണുങ്ങളെ കൊണ്ടുപോകണം, നമ്മൾ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾക്ക് ആ ഒരു ബന്ധം അവരുമായിട്ട്, കസ്റ്റമറുമായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അതാണ് ഏറ്റവും വേണ്ടത്. അപ്പോ അതിലുപരി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോ നമ്മളുടെ കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു നല്ല രീതിയിൽ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അവരൊരു നല്ല കാര്യം ചെയ്തു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും വേണ്ടത്. അപ്പൊ അവര് അത് ചെയ്തു, അവരത് ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, അങ്ങനെ ഉള്ള ഒരു ഇത് കൊണ്ട് നടക്കാതെ നമ്മളുടെ മനസ്സ്, നമ്മളുടെ കുഞ്ഞു മനസ്സാണെങ്കിലും ആ മനസ്സിൽ വലിയതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ ഈ ഒരു പിടിയും ഉള്ളു മനസ്സ്, പക്ഷെ നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങളാണ് അതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കുഞ്ഞു സൈഡിൽ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കാനുള്ള ഒരു സമയം കൂടി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് മറ്റുള്ളവർക്ക് നമുക്ക് ഇന്ന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യവും. അവർ ചെയ്യുന്ന കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുക, നമ്മളൊരു പുഞ്ചിരി കൊടുക്കുക. ഇതിലും വലിയൊരു കാര്യം നമുക്ക് ഒന്നും കൊടുക്കാനില്ല അല്ലെ. ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹെൽത്ത് നമ്മളെ സെറ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളത്. ആ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, ഈ ബയോട്ടോറിയം വഴി നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഓക്കെയാണ്. ഹെൽത്ത് ഓക്കെ ആയാൽ മാത്രം നമുക്ക് ലൈഫ് മുന്നോട്ട് പോവില്ല അല്ലെ. ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കയ്യിൽ ചിക്കിളി കൂടി വേണം. അപ്പോ നമുക്ക് ആ വെൽത്തും കൂടി ഉണ്ടാക്കി എടുക്കണം. അത് രണ്ടും വന്നാലോ നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഹാപ്പിയായി മാറും എന്നുള്ളതാണ്. അപ്പൊ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഇതുകൂടി കിട്ടുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. അത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ, ഇനിയും അനുഭവിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. അതിന്റെ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മെമ്പേഴ്സും തന്നെയാണ് എല്ലാ ദിവസവും രാവിലെ ഈ സൂമില് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇനിയുള്ള കാലവും എല്ലാവരും ഡയറക്ട് സെല്ലിംഗ് മേഖല കൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തട്ടെ. എല്ലാവരും ഹെൽത്ത്, വെൽത്തും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് വെറുതെ ഒരു ബിസിനസ് അല്ല, അത് ലീഗലായിട്ട് എല്ലാ ഗുണമുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളത് തന്നെയാണ്.
അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധം നിലനിർത്താനായിട്ട് സ്ത്രീകൾക്ക് കഴിവുണ്ട്. അത് പറയാൻ കാരണം നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലാവട്ടെ, നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങും ആധിപത്യം എന്നുള്ളത്, അല്ലെ? നമ്മൾ വീട്ടിലത്തെ കാര്യം ആധിപത്യം എന്നുള്ളത് ഹസ്ബൻഡിനെയും മക്കളെ അടിച്ചിരുത്തുന്ന ആധിപത്യം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ വീട്ടിലത്തെ എല്ലാ കാര്യവും, വീട്ടിലൊരു സാധനം മേടിച്ചാൽ പോലും അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി അത് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അവിടുത്തെ ഓരോ കാര്യങ്ങളും എങ്ങനെ സാമ്പത്തികപരമായിട്ടായാലും അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വീട്ടിലുണ്ട്. അപ്പൊ അതെല്ലാം ഒരു എന്താ പറയാ അക്കൗണ്ടന്റിനെ പോലെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതിന് പഠിപ്പും ഇതൊന്നും പ്രായവും ഒന്നും പ്രശ്നമല്ല. ആ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും വളരെ ടാലിയായിട്ട്, ഇപ്പൊ പിള്ളേരൊക്കെ ടാലി എന്നുള്ള കോഴ്സ് വരെ പഠിച്ചിട്ടാണ് കണക്കോ. പക്ഷെ നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും പഠിക്കണ്ട, നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത്. അപ്പൊ അതുപോലെ ഒരു ഫംഗ്ഷൻ ആവട്ടെ, ഇപ്പൊ ഒരു ഫംഗ്ഷൻ, ഒരു എന്തൊരു പൊതു പരിപാടിയിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെയാണ്? പുരുഷന്മാരെല്ലാം, അല്ലെ? അതൊന്നും നോക്കിയാൽ മതി. കാരണം എന്തുകൊണ്ടാ? അവര് നമ്മളോട് പറയും അവർക്ക് ജോലിക്ക് പോകണം, ഓക്കെ. എന്നിട്ട് നമ്മളുടെ അടുത്ത് അവര് വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മളോട് പറയും ആ പ്രോഗ്രാമിന് നിങ്ങൾ ചെല്ല് എന്ന് പറയും. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് വിലയിരുത്താനുമുള്ള ഒരു പവർ ഉണ്ട് ലേഡീസിന്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പരിപാടിക്കും ലേഡീസിന് തന്നെ മുൻതൂക്കം ഉള്ളത്. എന്തൊരു പരിപാടി ആയിക്കോട്ടെ, ഒരു മാരേജ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഒരു പൊതു പരിപാടി ആയിക്കോട്ടെ, ഒരു സാമൂഹിക പ്രവർത്തനമായിക്കോട്ടെ, അവിടെ എല്ലാം 160% പേരും സ്ത്രീകൾ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ലോകത്തിലേക്ക് തന്നെ നമുക്ക് ഒരു കണക്കനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ 60%-ഓളം ശോഭിക്കാൻ കഴിയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് ഒരു മേഖലയിൽ. അത് നമ്മൾ മനസ്സിലാക്കുക. ആ പവറിനെ നമ്മൾ ആരുടെ മുമ്പിൽ അടിയറവ് പറയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ കഴിവ് നമ്മൾ ഉപയോഗിക്കാതെ വീട്ടിലിട്ട് അടുക്കളയിലിട്ട് കരിമ്പോകയും കൊണ്ട് കളയാനുള്ളതല്ല. ഇപ്പൊ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും കരിമ്പോകയും കൊണ്ടൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്ന് അത് കൊണ്ട് ശ്വസിച്ച് ശ്വാസം മുട്ട് ആയിട്ട് നടന്നാൽ നമ്മൾ അതുമായിട്ട് വീട്ടിലിരിക്കത്തേ ഉള്ളൂ. നമ്മള് മരുന്ന് കഴിക്കാനൊക്കെ പൈസ ചോദിക്കുമ്പോ പല അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ എനിക്ക് ഇത് 200 രൂപ വേണം കേട്ടോ, ഇന്ന സ്ഥലത്ത് പോകാനുള്ളതാണെന്ന് പറയുമ്പോ അതെന്തിനാണ്, എപ്പോ പോകാനാണ്, അങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ഗൃഹനാഥൻ ഇപ്പൊ ഒരു മേശയ്ക്ക് 4 കാലാണുള്ളത്. അതില് ആ 4 കാലം വരുമാനം ഉള്ളതാണെങ്കിൽ, പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മേശയ്ക്ക് എത്രത്തോളം എനർജി ഉണ്ടാവും നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷെ അതിന് 1 കാലാണുള്ളൂ എന്നുണ്ടെങ്കിലോ അത്ര എനർജി കിട്ടും. അപ്പൊ ഒരാൾ മാത്രം പോയി വരുമാനം ഉണ്ടാക്കിയാല് ആ ഫാമിലിയില് അത്ര സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ സ്പെഷ്യലായിട്ട് നമ്മളിൽ കൂടെ ഒരു ഇൻകം ഉണ്ടാക്കാൻ സാധിച്ചാല് ആ ഫാമിലി വളരെ ഹാപ്പി ആയിരിക്കും. അപ്പൊ അത്രയും പവറോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ സാധ്യമായ എല്ലാ കാര്യങ്ങളിലും എല്ലാ അവസരങ്ങളിലും ആത്മാർത്ഥമായിട്ട് എല്ലാവരും അഭിനന്ദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളിപ്പോ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നമ്മൾ എന്തിന്റെ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും എല്ലാം. അത് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ പഠിച്ച് നമ്മൾ വീട്ടിലിരുന്നാൽ പോരാ. ഇപ്പൊ നമ്മൾ ഇതിനെ ഒരു ട്രെയിനിങ്ങിന് പോയി, ആ ട്രെയിനിങ് പങ്കെടുത്തു, നമ്മൾ ആ ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ അത് കേൾക്കുന്നു, അവിടെ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വീട്ടിൽ വന്നിട്ട് ഓക്കെ പഠിച്ചു ഇരിക്കുന്നു. നമുക്ക് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നടപ്പിലാക്കണം, എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അത് ഒരു സെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ക്യാഷും കിട്ടും, സന്തോഷവും കിട്ടും, ബിസിനസ്സും കിട്ടും. നമ്മൾ വളരെ ഹാപ്പിയായി. അപ്പൊ നമ്മളത് ചെയ്യാതെ വീട്ടിലിരുന്നാലോ ഈ പറഞ്ഞ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ശൂന്യമായിട്ടുള്ള ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ പാത്രത്തിൽ നല്ലതായിട്ട് തുളുമ്പി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ടുവോളം പകർന്നു കൊടുക്കാൻ പറ്റും. അതോ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ ആർക്കും പകർന്നു കൊടുക്കില്ല, അങ്ങനെയാണോ നമ്മൾ വിചാരിക്കണ്ടേ? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ടീച്ചിങ് മേഖലയിലൊക്കെ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് മക്കളെ പോലും പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് എന്തെല്ലാം അറിവുകളുണ്ടോ, നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി അറിവുകളുണ്ട് നമ്മൾ ചെയ്യുന്ന മേഖലയെ കുറിച്ച്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളും ഒന്നുകൂടി പഠിക്കാനായിട്ട് തയ്യാറാവുകയാണ്.
അപ്പൊ പഠിക്കുന്ന വ്യക്തികളും പഠിക്കും, പഠിപ്പിക്കുന്ന വ്യക്തികളും പഠിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ടീച്ചിങ് മേഖല എന്ന് പറഞ്ഞു, അവിടെ അവർക്ക് ക്ലാസ് ഉണ്ട്. അതെ, അവര് നേരം വെളുത്ത് വീട്ടിൽ നിന്ന് വന്ന് 10 മണി തൊട്ട് 5 മണി വരെ ക്ലാസ് എടുത്ത് അവിടെ പോയിരിക്കുമല്ല. അവർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം. അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പഠിപ്പാണ് അവര് സ്കൂളിൽ വന്ന് മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള അറിവുകൾ പൊതുജനങ്ങളുടെ മറ്റു ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും അത് പറഞ്ഞു തറവാനും നമുക്ക് സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മളൊന്നും പഠിക്കാൻ പോയില്ല, ഒരു ട്രെയിനിങ്ങും പങ്കെടുത്തില്ല, എനിക്കെല്ലാം അറിയാം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നുമില്ല. അതാണ് ഒഴിഞ്ഞ പാത്രമായിട്ട് നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കൊന്നും പകർന്നു കൊടുക്കാനായിട്ട് പറ്റൂല. അപ്പൊ നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത് എന്നും എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഉപേക്ഷിക്കേണ്ടതിനെ നമ്മൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. നമുക്ക് നെഗറ്റീവ് തരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് തന്നെ ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നെഗറ്റീവിനെ കൊണ്ട് കൂടെ നമ്മൾ മുറുകെ പിടിച്ചാല് നമ്മൾ അവിടുന്ന് എണീക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടതിനെയും കൊണ്ട് നടക്കേണ്ടതിനെയും മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക, അത് മാത്രം നമ്മൾ ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് ബയോട്ടോറിയം, നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ബയോട്ടോറിയം എന്ന നെറ്റ്വർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് ഇപ്പൊ ഗീത ചേച്ചി ആദ്യമേ പറഞ്ഞു, ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടാണ് ഗീത ചേച്ചി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഞാനും അത്തരത്തിലൊരു വ്യക്തിയാണ്. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ പ്രോഡക്റ്റ് ചേച്ചിക്ക് കൊടുത്ത സാറ് തന്നെയാണ് എനിക്കും എത്തിച്ചു തന്നത്. അത് ശരിക്കും ഞങ്ങള് എല്ലാവരും യൂണിഫാറിന് ഒരു ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്. കാരണം അത്രയും ആയിട്ട് ഇപ്പൊ അങ്ങോട്ട് മേളിലേക്ക് പോകും എന്ന് പറഞ്ഞു കിടന്ന വ്യക്തികളാണ് ഞങ്ങൾ. പക്ഷെ അതിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് എടുത്തു തന്നിട്ട് ഈ ഒരു അവസരത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കാനായിട്ട് കഴിയുന്നത് സാറ് ആയതുകൊണ്ട് തന്നെ, സാറിനെ കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ സാറിനെ ഞങ്ങൾ എന്നും എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഞാൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ എന്തായാലും അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഓക്കെ ആയി, വെൽത്ത് ഓക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് പറ്റി? നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്നത് യാത്രകൾ പോകുമ്പോഴാണ്. നമുക്ക് ആ യാത്രകൾ പോകാനായിട്ട് ഇതിൽ നിന്നാല് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പുകളായാലും നമുക്ക് ഇവിടെ നാട്ടിലായാലും എല്ലാം പോകാനായിട്ട് സാധിച്ചു. അത് നമുക്ക് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വേറെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയാലും അവര് നമ്മളെ കൊണ്ടുപോകൂല. നമുക്ക് ടൂറ് പോവാന്നും പറഞ്ഞ് അവര് പൈസ മുടക്കി നമ്മളെ കൊണ്ടുപോകില്ല. നമ്മൾ പിരിവെടുത്ത് പൈസ ഉണ്ടാക്കി അതും ലീവ് അവരുടെ കാല് പിടിച്ച് ചോദിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് കമ്പനി തന്നെ നമ്മളെ കൊണ്ടുപോകുന്നു. നമുക്ക് ലീവ് എടുക്കണ്ട, നിങ്ങൾ ചെയ്തില്ല എന്ന് ചോദിക്കണ്ട. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊറോണ വന്നത് അനുഗ്രഹമായെന്ന് പറഞ്ഞു. ശരിയല്ലേ? നമുക്ക് ഈ ബയോട്ടോറിയനെ സംബന്ധിച്ചിടത്തോളം കൊറോണ വന്നത് വളരെ ഒരു അനുഗ്രഹം തന്നെ. നമ്മൾക്കും കൊറോണ, നമ്മളുടെ പക്ഷെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കുറെ പേര് നമ്മളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്താനും അതിപ്പോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയുന്നത് ഈ കോവിഡിന് ശേഷം തന്നെയാണ്. അപ്പൊ അതിനുശേഷമുള്ള പാർശ്വഫലങ്ങൾക്കൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളത്രയും ഉറപ്പോടുകൂടി ഞാൻ പല സ്ഥലത്തും വർക്കിന് പോകുമ്പോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ ബിസിനസ് എടുക്കുമ്പോ എനിക്കൊരു റിസൾട്ട് അത്രയും കിട്ടിയത് കൊണ്ട് എനിക്ക് ആ ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോ നമ്മള് ട്രെയിനിങ്ങിൽ കിട്ടിയ കാര്യങ്ങളൊന്നും അല്ല അവിടെ പറയുന്നത്. ട്രെയിനിങ്ങിൽ കിട്ടിയ നമുക്കൊരു അറിവ് മാത്രമാണ്. പക്ഷെ നമ്മുടെ അനുഭവം അതാണ് നമുക്ക് ഡയറക്റ്റ്ലി മേഖലയിൽ വേണ്ടത്. അപ്പൊ ഞാൻ അത് പറയുമ്പോ അവര് പറയാറുണ്ട്, അത് ഞാൻ പറയുന്നത് കേട്ടിരിക്കാൻ തോന്നും എന്ന്. കാരണം അത് അത്രയും നിഷ്കളങ്കമായിട്ട് സത്യസന്ധമായ വാക്കുകൾ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. അതായത് ഞങ്ങൾക്കൊരു ബിസിനസ് ആണ് നിങ്ങൾ പറയുന്നതെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെയും പ്രത്യേകത തന്നെയാണ്, പ്രൊഡക്റ്റിന്റെ തന്നെയാണ് പ്രത്യേകത. അപ്പൊ കാരണം അത് ഉപയോഗിച്ച് നമുക്ക് ആ റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് അതങ്ങനെ ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ പറയാറുണ്ട്, അത് ഇപ്പൊ എനിക്ക് നിങ്ങൾ പറയണ കേൾക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, ഞങ്ങളൊന്നും അങ്ങനെ അല്ല എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്കും ഇതിലേക്ക് വന്നാൽ കൊള്ളാം എന്നൊക്കെ പറയും. ഒത്തിരി പേരങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണല്ലേ, ഇതും ഇഷ്ടപ്പെടുന്ന മേഖലയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സെയിൽസ് ലേഡീസിന്
ഇത്രയും പെർഫെക്റ്റ് ആണ്, നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിനൊരു കോൺഫിഡൻസ് മതി, നമ്മളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജോലിക്ക് പോകുന്നുണ്ട്, ജോലി കളഞ്ഞ് ചെയ്യുന്നത്. ഞാൻ ജോലി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഫുൾ ടൈം ആയിട്ട് വന്നത്. അപ്പൊ ജോലിയോടൊപ്പം ചെയ്യാവുന്ന ഒരു ബിസിനസ് കൂടിയാണ്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോ അവർക്ക് ജോലി കളഞ്ഞിട്ട് നമുക്ക് ചെയ്യണ്ട, അയ്യോ ജോലി പോയ സാലറി കിട്ടത്തില്ല എന്ന് വിചാരിച്ച് നമ്മള് അങ്ങനെ ഇരിക്കണ്ട. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ഞാനും പാർട്ട് ടൈം ആയിട്ടാണ് ആദ്യം ചെയ്തത്. അപ്പൊ സാലറിനേലും കൂടുതൽ വരുമാനം എനിക്ക് കിട്ടി. അങ്ങനെയാണ്. അപ്പൊ നോക്കുമ്പോ ലീവ് എടുക്കേണ്ടി വരുന്നു, എനിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യമില്ലായ്മയിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ അച്ചീവ്മെന്റുകളും ട്രിപ്സ് പോവാനും ഒക്കെ സാധിച്ചത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിനും ഞാൻ എന്റെ ലീഡേഴ്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ വന്നവർക്കറിയാം ഇതില് ഗ്രോത്ത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഒത്തിരി ഇൻകം കിട്ടുന്നുണ്ട്. അത് സാഗർ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ പോവാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും. ഇപ്പൊ ചേച്ചി പറഞ്ഞു 5 പേരെ കാണാം, നമ്മൾ എത്ര പേരെ വേണമെങ്കിലും കാണാം. നമ്മള് 5 പേരോട് പറഞ്ഞാലും 10 പേരോട് പറഞ്ഞാലും അത് അത്രയും പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരിലേക്ക് ആ അറിവ് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളുടെ ഒരു മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ഇമോഷണൽ ആയി പോകും. അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുക. പുതിയ ആൾക്കാരൊക്കെ ഇതിൽ ഉണ്ടാവും. അപ്പോൾ അവർക്കും ആ അനുഭവം വരുമ്പോ അവരും നമ്മളേലും വാചാലമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അത് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അസുഖങ്ങൾ കൊണ്ടും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലായിടത്തും ഇത് ചെയ്യാനും പറ്റും, എല്ലാ മേഖലയിലും ആധിപത്യമുണ്ട്. എങ്കിൽ പോലും ശാരീരിക ബുദ്ധിമുട്ടുകളെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. പുരുഷന്മാർക്കില്ല എന്നല്ല കേട്ടോ, അവർക്കുണ്ട്. പക്ഷെ അവര് അത് പറയുന്നില്ല, അവരത് പറയില്ല. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അവര്. അത് പറഞ്ഞിട്ട് വീട്ടിലിരുന്നാല് കാര്യങ്ങൾ നടക്കില്ലെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഭൂരിഭാഗം പെണ്ണുങ്ങളും പറയില്ല. കാരണം ഒരാൾ ജോലിക്ക് പോയിട്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ, കുടുംബത്തിലും പിള്ളേരുടെ പഠിപ്പ്. പിന്നെ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇതും കൂടി പറഞ്ഞ് എന്തിനാരും പിന്നെ പറ്റാതെ ആവുമ്പോൾ പറയാതെ പറ്റില്ല. അപ്പൊ അതിനെന്തായാലും നമുക്ക് അതിന് മാർഗം സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാ നമ്മൾ മാക്സിമം പറ്റാതെ വരുമ്പോൾ മാത്രമേ പറയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മള് ഇറങ്ങി ഒരു വരുമാനം ഉണ്ടാക്കി, അത് അവരുടെയും കൂടി ഒരു ഇത് വേണം. നമുക്ക് നമ്മൾ ഇറങ്ങാനായിട്ട് അവര് കൂടി നമുക്ക് നമ്മുടെ പുറകിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ പഴയ കാലഘട്ടമൊന്നും അല്ല. എല്ലാവർക്കും നിത്യ ചെലവിനെ കുറിച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ജോലിക്ക് പോവാം. ഞാൻ ഈ സ്ക്രീനിൽ കാണുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്തുള്ള ഫോട്ടോയാണ്. ബോഡിയൊക്കെ നീര് വന്ന വീർത്തതാണ്. ഒരു 100 കിലോയിലധികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ വ്യക്തി തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തോരം മാറ്റം എന്റെ ശരീരത്തിന് ഉണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ വാക്കുകൾ എന്തോരം ആത്മാർത്ഥതയോട് കൂടിയാണ് ഞാൻ ഓരോരുത്തരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും ഈ ആള് തന്നെയാണോ എന്ന്. ഞാൻ വർക്കിന് പോകുമ്പോഴും ഈ ഫോട്ടോ ഒക്കെ കാണിക്കുമ്പോ അവര് ഈ ഫോട്ടോയിലേക്ക് എന്നെ നല്ലോണം സൂക്ഷിച്ച് നോക്കാറുണ്ട്. ചിലര് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുമ്പോഴോ, പക്ഷെ ചിലർക്ക് മനസ്സിലാവില്ല. ചിലർ ചോദിക്കും ഇത് ആരാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ചിരി വരും. എന്റെ ഫോട്ടോ എന്നെ കാണിച്ചിട്ട് ഇത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അത് വേഗം ക്ലിക്ക് ചെയ്ത് എടുക്കും. ഇയാള് തന്നെയാണ്, തന്നെ ഇങ്ങനെയായി. ഇത്ര മാറ്റം എനിക്ക് വന്നത് ഈ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ അൾട്രാബെറി, അൾട്രാബെറി ജ്യൂസ്, നെയ്യ്, ഇതിന്റെയൊക്കെ പ്രത്യേകതകള് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം ജ്യൂസ് ഒക്കെ നമുക്ക്, എനിക്ക് ബ്ലഡ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ബോഡിയിൽ. നമുക്ക് ഇപ്പോ ഈ അൾട്രാബെറി ഒക്കെ ഉപയോഗിച്ച് പിന്നെയാണ് നമുക്ക് HB ലെവലൊക്കെ കറക്റ്റ് ആയത്. അതുപോലെ തന്നെ നമുക്ക് സൗന്ദര്യം കൂടാൻ അൾട്രാബെറി ബെറ്റർ ആണ്. നമുക്ക് എന്താ പറയാ, ഫേഷ്യലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് മുഖത്തൊക്കെ യൂസ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്തിട്ടൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാല് നമ്മൾ ബയോട്ടോറിയന്മാരെല്ലാം സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് മാറും. അതുപോലെ നെയ്യ് ഒഴിക്കുക, അതും നമ്മുടെ ശരീരത്തിന് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയാണ്
നമ്മളിപ്പോ ഇതിലിരിക്കുന്ന എല്ലാവരിലെയും ഒരു മാറ്റം എന്നുള്ളത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എല്ലാ പ്രോഡക്റ്റും നമ്മൾ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ മാറ്റം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റൂ. നമ്മളെ കാണുമ്പോൾ അവർ ചോദിക്കണം. അപ്പൊ ഇപ്പൊ എല്ലാവരും നമ്മൾ കാണുമ്പോൾ ചോദിക്കും, എന്താ പഴയ പോലെ അല്ലല്ലോ, ഇപ്പൊ നല്ല ഭംഗി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശരീരം നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കും. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഈ വെള്ളം കുടിക്കും, കൈമ റിസ്റ്റ് ബാൻഡ് എപ്പോഴും ഉണ്ടാവും, അതിലാണ് കിടക്കുന്നത്. അതിന് ശേഷം ഒരു മെഡിസിൻ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിലൊരു സ്ഥലത്തൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10-17 വർഷത്തോളം ഞാൻ മെഡിസിൻ യൂസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും വന്നിട്ട്. അപ്പൊ അത്രയും 17 വർഷത്തോളം ഞാനൊരു 15,000-20,000 രൂപയുടെ അടുത്ത് മെഡിസിനൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ആളാണ്. അപ്പൊ തന്നെ ബോഡിയിൽ ബ്ലഡ് ഉണ്ടാവില്ല, കാരണം ഫുഡല്ല കഴിക്കുന്നത്, ഈ മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു മെഡിസിനും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പഴയ നിന്നും ഇതേപോലെ ആവാനായിട്ട് എന്നെ സഹായിച്ചത്, ആ നീരൊക്കെ പോയി ശരീരം ഇപ്പൊ ഭംഗിയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കാനൊക്കെ സഹായിച്ചത് നമ്മുടെ ബയോട്ടോറിയം പ്രോഡക്റ്റ് ആണ്. സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ എന്നില് എനിക്കൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആരും അതിന് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിലുള്ളൊരു വിശ്വാസമാണത് അങ്ങനെ പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. പിന്നെ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ലീഗൽ ബിസിനസ് ആണ്. നമ്മുടെ കമ്പനിക്ക് കൊറോണ യോദ്ധ അവാർഡ്, അതുപോലെ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച പ്രോഡക്റ്റ്, അതുപോലെ എന്തിനു പറയുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ കയറിയ പ്രോഡക്റ്റ് കമ്പനിയാണ് നമ്മുടെ ബയോട്ടോറിയം കമ്പനി. സാഗർ ജോഷി സാറ് ആണ് നമ്മുടെ MD. അപ്പൊ പുതിയ ഓഫീസൊക്കെ ഇവിടെ മുംബൈയില് വന്നിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഓഫീസൊക്കെ പോയി കാണാം. അവിടെയും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിൽക്കുന്ന മേഖലയില് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോ പിന്നോക്കം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ആണുങ്ങള് മുന്നോട്ട് പോയിക്കോട്ടെ, ഞാൻ പതുക്കെ വന്നോളാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അവരെ എന്റെ പുറകെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു കഴിവ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. എല്ലാവരും അത് ഉപയോഗിക്കണം എന്നുള്ളൂ. നമ്മള് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയൊക്കെയായിട്ട് നമുക്ക് നടക്കാം. അത് നടക്കുന്നതോടൊപ്പം നമ്മളുടെ കയ്യിലേക്ക് ഒരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കാനുള്ള ഒരു ഇതൊക്കെ സ്വീകരിക്കുക. എന്നുവെച്ചാ നമ്മള് സ്ത്രീകളാണ് എല്ലാത്തിലും പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ അതിനെക്കുറിച്ച് രാവിലെ തന്നെയൊക്കെ പറയുമ്പോ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, ഞങ്ങളെ കൊണ്ടൊരു എന്താ പറ്റില്ലേ എന്നൊക്കെ വിചാരിക്കും. അതൊന്നുമല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് ഇതിലേക്ക് ഒന്നും വരാനും കൂടി പറ്റത്തില്ല എന്നുള്ളതാണ്. വീട്ടില് ഹസ്ബൻഡ് സമ്മതിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി പാളിയില്ലേ, എത്ര വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞാലും പോയി. അപ്പൊ നമുക്ക് അവരുടെ ഒരു സപ്പോർട്ട് ആണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് തിളങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കൊരു മുൻതൂക്കം നമ്മൾ കൊടുക്കണം കേട്ടോ. ഞാനിപ്പോ ഇത് പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെയാണല്ലോ, എങ്കിൽ ശരി നന്നായി ഞാൻ ഇപ്പൊ ഇന്ന് തന്നെ അവിടെ ഇറങ്ങിയേക്കാം അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അവരുടെ സപ്പോർട്ടും അവരുടെ സ്നേഹവും അവര് നമുക്ക് തന്ന സമയം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അത് നമുക്ക് ഓരോ സ്ത്രീകൾക്കും സാധിക്കും. അത് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് പിന്നെ നമുക്ക് ട്രസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് എന്നുള്ളൊരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പൊ അത്രയും വിശ്വസിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെ നെറ്റ്വർക്കിന് ഒരു മാർഗരേഖ വരെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോ അതിലും നമ്മളുടെ ബയോട്ടോറിയം കമ്പനി നമുക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വുമൺ എംപവർമെന്റ് എന്ന ഒരു വിഷയം എടുക്കാനായിട്ട് എന്നെ ഇവിടെ ഇന്നത്തെ ഒരു അവസരം തന്ന എല്ലാ ലീഡേഴ്സിനോടും, എന്നെ ഇത്ര സമയം എന്നെ ശ്രമിച്ച എന്റെ ഗ്രേറ്റ് ഫ്രണ്ട്സ്, അതുപോലെ സലീമിത്ത, രാജു സാറ്, ഷാജി സാറ്, അതുപോലെ രാജു സാറ്, നിങ്ങൾ കാണുന്നവരെയാണ് ഞാൻ പറയുന്നത്. ഗീത ചേച്ചി, ഗീത സുരേഷ്, ഗീത പ്രകാശ്, ഇവരെയൊക്കെ ഞാൻ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എന്നെ കേട്ട മറ്റേ പേര് പറയാത്ത എല്ലാ എന്റെ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം എടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു എന്നിടത്തോളം എന്താ പറയാ, അതെന്റെ ഒരു ആത്മവിശ്വാസമാണ് കേട്ടോ. എല്ലാവർക്കും കഴിവുണ്ടില്ല എന്നല്ല, സ്ത്രീകളെ മുൻനിരയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ പല മേഖലയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആരോഗ്യ മേഖലയിലായാലും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിലായാലും രാഷ്ട്രീയ മേഖലയിലായാലും എല്ലാത്തിനും തലവെച്ച് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ കാക്കനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏതൊരു കാര്യത്തിനായാലും എന്തൊരു വിഷയത്തിനായാലും ഞാൻ അതിൽ മുൻപന്തിയിലുണ്ടാവും. അപ്പോ കൂടുതലും സ്ത്രീകളെ കുറിച്ച് പറയാനായിട്ട് ആപ്റ്റായിട്ട് എനിക്ക് ഈ വിഷയം തന്നതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീറ്റ് ലീഡർ യൂനസ് സാറ് നമ്മളോടൊപ്പം ഉണ്ട്. സാറ് നമ്മളോട് സംസാരിക്കും. ഓക്കെ, താങ്ക് യു സാർ. എന്റെ പേര് യൂനിസ്, സ്വദേശം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി. ഇന്നത്തെ ഒരു മോർണിംഗ് സെഷൻ വളരെയേറെ അഭിമാനം തോന്നി എനിക്ക്. ഇന്നലെ ഏതാണ്ട് ഒരു 9-9:30 മണിക്കാണ് രണ്ടുപേരെയും വിളിച്ചിട്ട് നാളത്തെ സെക്ഷൻ നിങ്ങൾ പകുതിയായിട്ടോ നിങ്ങളുടെ കഴിവ് പോലെയോ എന്താ ചെയ്ത് മാക്സിമം പറയാവുന്നത് പറഞ്ഞ് തീർത്തോളാൻ പറഞ്ഞപ്പോ അത് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായ രീതിയിൽ രണ്ടുപേരും അതെന്നെ കൃത്യമായിട്ട് കൊണ്ടുപോയി എന്നുള്ളത്. ഞാൻ വിചാരിച്ചത് വാക്കുകൾ തീർന്ന് നിന്ന് പോകും. കാരണം എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സമയത്തൊന്നും എനിക്ക് സാധിക്കുന്നുണ്ടായില്ല ഇതുപോലൊരു സൂം എടുക്കാനോ സംസാരിക്കാനോ. അപ്പൊ കയറിയിരുന്ന നിങ്ങൾ കൃത്യമായിട്ട് ആ സമയം വരെ എത്തിച്ചതിന് ഞാൻ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് എത്തിച്ച ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ എല്ലാ ബുധനാഴ്ചയും നമ്മുടെ കേരള ഓഫീസ്, അതായത് എറണാകുളം ഓഫീസിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നിറസാന്നിധ്യമാണ് സരിത മേഡവും അതിനോടൊപ്പം ഗീതാ സുരേഷ്. അവരുടെ എല്ലാ ബുധനാഴ്ചയും അവിടെ വന്ന് എടുക്കുന്ന ആ ഒരു എഫേർട്ടിന്റെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. അതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം എൻ്റെ ഒരു അഭിമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാം, ഗീതാ സുരേഷ് എന്ന് പറഞ്ഞ ഗീത ചേച്ചി, ഞാൻ ഗീത ചേച്ചിയാണ് വിളിക്കുന്നത്. ചേച്ചിയുടെ നാട്ടുകാരിയാണത് പറഞ്ഞു. ആരോഗ്യപരമായിട്ട് വളരെ തകർന്ന് വളരെ നിരാശയിലൂടെ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തില് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു എന്നുള്ള. ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ എൻ്റെ പൈസ ഇല്ല, എനിക്ക് കിട്ടുന്നത് 15-16 രൂപ എന്ത് കിട്ടുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. ഇപ്പൊ നമ്മൾ ചെന്ന് പറയുമ്പോ നമ്മളോട് പറയുന്ന ഒരുപാട് കാരണങ്ങൾ. ആ കാരണങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഒരൊറ്റ വാക്യം അവരോട് പറഞ്ഞോളൂ, കയ്യിൽ കുറച്ച് സ്വർണങ്ങൾ കാണുന്നുണ്ടല്ലോ, മതിലുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിനെ മാത്രം പുള്ളിക്കാരി എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ആ മോതിരം പറഞ്ഞ കൊണ്ട് വിൽക്കാൻ പറഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് പൈസ റെഡിയാക്കി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ആ പ്രൊഡക്റ്റ് എടുത്ത് ഇന്ന് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു ലേഡിയാണ് ഗീതാ സുരേഷ്. അതിലേറെ എനിക്കൊരു അഭിമാനം, ഈ ഒരു പ്രൊഡക്റ്റിലൂടെ അത്രമാത്രം റിസൾട്ട് കിട്ടിയിട്ട് ആ ഒരു റിസൾട്ടിനെ ജനങ്ങളോട് പങ്കുവെച്ച സമയത്ത് മോർ പവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആൾട്ടവർ ജ്യൂസ് ആയിക്കോട്ടെ, ഗീ ആയിക്കോട്ടെ, നമ്മുടെ ഇതെല്ലാം റീറ്റെയിൽ ചെയ്തുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ ഏതാണ്ട് 1 ലക്ഷത്തിലും മേലെ ഡയറക്റ്റ് വരുമാനം ടാക്സ് കട്ട് ചെയ്തതിൽ വൈറ്റ് മണി മേടിച്ച, അതിനോടൊപ്പം കഴുത്തിൽ കിടക്കുന്ന സ്വർണമാല ഈ ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മൾ വിറ്റ് മേടിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ എടുത്തിട്ട് ജനങ്ങൾക്ക് സിംഗിളായിട്ട് വിറ്റിട്ട് അത് ആ ക്യാഷ് കൊണ്ട് സ്വർണം മേടിച്ച ഒരു വനിതയാണ് ഗീതാ സുരേഷ്. അതുപോലെ ഒരു അവസരമൊക്കെ കിട്ടി അവരുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷം കാണും. ഈ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ എത്ര ആളുകളെ നമ്മളിലോട്ട് എത്തിക്കാൻ പറ്റും. ഇപ്പൊ കുറച്ചു മുമ്പ് സരിതാ മേഡത്തിന്റെ ഒരു പോസ്റ്റ്, ഒരു ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടു, നമ്മൾ ഈ സൂമിൽ കണ്ടു. എനിക്കറിയാം ഏതാണ്ട് 100 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്ന സരിത അന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ അത് മേടിച്ച് ഉപയോഗിക്കാനും, ഹസ്ബൻഡിന്റെ ഷുഗറും പുള്ളിക്കാരുടെ ആ ഒരു വാദത്തിന്റെ ആ ഒരു പ്രശ്നമൊക്കെ മാറി ഇന്ന് ആള് സ്ലിമ്മായി എനർജറ്റിക് ആയി, അതിനോടൊപ്പം ധാരാളം അച്ചീവ്മെന്റുകൾ എടുത്ത ഒരു വനിതയാണ് സരിത മാം. അതിനോടൊപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് സരിത. അപ്പൊ ഞാൻ ഈ ഒരിക്കൽ പിള്ളേർക്കുടെ കൂടെ ഇരുന്ന സമയത്ത് ഞങ്ങള് ഒരു വിദേശ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ വളർന്ന് വലുതായിട്ട് വേണം എനിക്ക് ഫ്ലൈറ്റിലൊക്കെ കയറാൻ എന്ന് പറഞ്ഞപ്പോ അന്ന് ഞാൻ ആ വാക്കിനെ ബ്രേക്ക് ചെയ്തു. മക്കള് വലുതായിട്ട് നിങ്ങൾ കയറുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കയറ്റുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല, മക്കൾക്കൊന്നും തോന്നണ്ട. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അധികം വൈകാത്ത രീതിയിൽ നിങ്ങളെ ഞാൻ ഫ്ലൈറ്റിൽ കയറ്റാന്ന് പറയുകയും അതിനോടൊപ്പം അതിനെ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ കമ്പനി കാണാൻ ഫ്ലൈറ്റിൽ പോയി നമ്മുടെ കമ്പനി കാണാൻ തയ്യാറായ ഒരാളും, അതിനോടൊപ്പം നമുക്കറിയാം വെള്ളാനകളുടെ നാടായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ്, ഒരു രാജ്യമാണ് തായ്ലാന്റ്. അതും ഡാനിസാർ വെച്ചൊരു കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൂടി സഞ്ചരിച്ച ഒരു വനിതയാണ്
സരിത അതിനോടൊപ്പം നല്ലൊരു എമൗണ്ട് ഏതാണ്ട് ഒരു 6.5 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ ഡയറക്റ്റ് അക്കൗണ്ടിൽ മേടിച്ച ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ സ്ത്രീ ആധിപത്യം എപ്പോഴും പുള്ളിക്കാർക്ക് മുന്നിൽ നിൽക്കണം എന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതാണ്. അത് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും. എന്നാൽ പുരുഷന്മാരുടെ എതിരൊന്നുള്ള ആളല്ല. പറയുമ്പോ ഈ പറഞ്ഞ പോലെ ഒറ്റടിക്ക് പറയുന്നുണ്ടെങ്കിലും പുരുഷന്മാരോട് വളരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ധീര വനിതയാണ്. ഇതെല്ലാം നമ്മളെ സന്തോഷത്തിലേക്ക് എത്തിക്കുമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരുപാട് വനിതകളെ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇനി മുന്നോട്ട് സഞ്ചരിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ വനിതകളായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം തർക്കമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്നാൽ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. ഈ ബയോട്ടോറിയത്തെ കുറിച്ച് പറയുന്ന സാധിപ്പ് ഈ സൂമിലിരിക്കുന്ന 200ന്റെ അടുത്ത് വരുന്ന ആളുകള്, അതിൽ ഏതൊരു സ്ത്രീയോടും ഇന്ന് റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന ഫുൾ തിരക്കിലായിട്ട് നിൽക്കുന്ന ഒരു വനിതയെ വിളിച്ചിട്ട് പോലും ബയോട്ടോറിയത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ വാതോരാതെ സംസാരിക്കാൻ സാധിക്കുന്ന, നിറസാന്നിധ്യമായിട്ട് നിന്നുകൊണ്ട് എത്ര നേരം വേണം സംസാരിക്കാൻ പറ്റുന്ന ഓരോരുത്തരും ഈ സൂമിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് ഒരേ ഒരു മഹാത്മ്യം നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞാണ്. ഈ ബയോട്ടോറിയത്തിന്റെ ഒരു പവർ തന്നെയാണ് അത്. കാരണം ഡോക്ടർ സാഗർ ജോഷി സാർ നയിക്കുന്ന ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കമ്പനിയുടെ മാഗ്നറ്റ് തെറാപ്പിയുടെ അല്ലെങ്കിൽ അതുമായി കണക്ട് ആയിട്ട് വരുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് വാതോരാതെ സംസാരിക്കാൻ സാധിക്കുന്നത്. കാരണം റിസൾട്ട് ഓറിയന്റഡ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനോടൊപ്പം ധാരാളം റിവാർഡുകൾ കിട്ടിയ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും എക്സൈറ്റ്, നമ്മളെല്ലാവരും ലീഡേഴ്സൊക്കെ ഞെട്ടി നിൽക്കുന്ന, കാരണം ഭയങ്കരമായിട്ട് ഭാഗ്യം ചെന്നവരാണ് ഈ ബയോട്ടിൽ വന്നവര് എന്ന് വിശ്വസിക്കുന്ന ഒരു ടൈമിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കാരണം ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒക്കെ കാര്യങ്ങള് ഇനിയിപ്പോ മനോജ് സാറിന് എന്നെ വിളിക്കുന്ന പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കൈകളിലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം അനുഗ്രഹിച്ചവരിലേക്ക് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ നെഞ്ചിലേറ്റി ഇതിനെ വിശ്വസിച്ച് മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതിനെതിരെ പല കുബുദ്ധികളും മെനയുന്ന അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന, ബയോട്ടോറിയത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ യാത്രയിൽ നമുക്ക് അറിയാൻ പറ്റും പലരെയും. അപ്പൊ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ നയിക്കുന്നത് ഡോക്ടർ സാഗർ ജോഷി സാർ ആണ് എങ്കിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിച്ച അല്ലെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ഇതിന് പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുന്നത് പ്രപഞ്ച ശക്തിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം 5 എലമെന്റ്സിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഇടപെടലാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ ബ്ലഡിനെ കറക്റ്റ് ചെയ്ത് ആ ബ്ലഡിന് കൃത്യമായിട്ട് ഓക്സിജൻ കൊടുത്ത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ 99ഓളം വരുന്ന അല്ലെങ്കിൽ 99.99% പ്രവർത്തനം പരിഹരിക്കാൻ സഹായിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ദൈവാനുഗ്രഹമുള്ളതാണെങ്കിൽ ആ ദൈവം തന്നെയാണ് ഈ പ്രൊഡക്റ്റിനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് എത്ര വലിയ ശത്രുക്കൾ ഇതിനെതിരെ കടപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ തകർക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചാലും ഈ യൂനിസോ അല്ലെങ്കിൽ എന്നെ മുന്നിൽ നിങ്ങളോ ഈ ഒരു പ്രൊഡക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിലും മറ്റൊരു സമൂഹത്തെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് മനുഷ്യന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യ മനസ്സുകൾക്കും ആവശ്യമായ എല്ലാ ശരീരത്തിനും ആവശ്യമായ ഈ ഒരു പ്രൊഡക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നെഞ്ചിലേറ്റി സ്നേഹിച്ച് ഈ ഒരു പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ സ്വപ്നങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്ന ലോകത്തിൽ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് എന്ന ബിസിനസ് മാത്രമാണ്. നമ്മുടെ സ്വപ്നങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ നമ്മൾ ഏതൊരു ഇല്ലായ്മയിൽ നിന്നും ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു സീറോയിൽ നിന്നും ഹീറോയിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഡയറക്ട് സെല്ല്. അതിന് പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റുകൾ. അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ വിശ്വസിക്കുക. ഇതിനെതിരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുബുദ്ധികളെ അല്ലെങ്കിൽ 2 വള്ളത്തിൽ കാല് ചവിട്ടി നിന്നിട്ട് നമുക്കിത് അമ്പെയ്യുന്ന ആ ഒരു ശത്രുക്കളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടെ നിൽക്കുന്നവരെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
നാളുകളിലെ ഏറ്റവും വലിയ ആളുകളായി, അല്ലെങ്കിൽ ഓരോ നാട്ടിലും നമ്മുടെ പേര് കൊണ്ട് അറിയപ്പെടുന്ന ഓരോ വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരെങ്കിലും ഇന്ന് ഈ ബയോടൂറിസം തള്ളി പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം അനുഭവിച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും ജസ്റ്റ് ഒരു ഉറക്കമെങ്കിലും, അതല്ലെങ്കിൽ ഒരു ചുമയെങ്കിലും, ഒരു ജലദോഷമെങ്കിലും, ഒരു തൊണ്ടവേദനയെങ്കിലും, എന്തെങ്കിലും ഒരു ഗുണം അനുഭവിച്ചിട്ട് മാത്രമാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് കൊള്ളില്ല എന്നും അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നന്ദികേടിന്റെ വാക്ക് പറയാൻ നമ്മൾ ആരും തയ്യാറാകരുത്. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ബയോട്രോൺ ചെയ്യാത്ത ഒരു വ്യക്തിയുടെ ഒരു അനുഭവം പറയാം. ഞാൻ ഡയറക്റ്റ് പ്രൊഡക്റ്റ് കൊടുത്തതാണ്. എന്റെ കൂട്ടത്തിലുള്ള ഒരാക്കടെ വീടിന്റെ അടുത്താണ്. ഞാൻ സ്ഥലം എടുത്ത് പറയുന്നില്ല. പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കാല് ഫോട്ടോ എന്റെ ഫോണിലുണ്ട്, കാല് വീർത്ത് മന്ത് വന്ന രീതിയിലിട്ട് വരുന്നൊരവസ്ഥ. 1.5 വർഷമായി അദ്ദേഹം മരുന്നൊന്നും കഴിക്കാതെ, മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി മരുന്നിനോട് പോലും വെറുപ്പ് തോന്നി, ജീവിതത്തോട് പോലും വെറുപ്പ് തോന്നി, മരിക്കുന്നത് വരെ ജീവിക്കാമെന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് കൊടുത്തു. പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു. ആ കാല് പൂർവ്വസ്ഥിതിയിലേക്ക്, നല്ലൊരു അവസ്ഥയിലേക്ക് വന്ന് നീരൊക്കെ മാറി സെറ്റായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുകാര്, ഭാര്യയും 2 മക്കളും സമ്മതിച്ചു ഈ പ്രൊഡക്റ്റ് തന്നത് ഈ പ്രൊഡക്റ്റിന്റെ ഉപയോഗം കൊണ്ടാണ് ആളുടെ കാല് ശരിയായെന്ന്. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ 2 റിലേഷനിലെ 2 ആളുകളും പറഞ്ഞ കാര്യം, അയൽവക്കത്തുള്ളവരാ, അവര് പറഞ്ഞ കാര്യം, ഇദ്ദേഹത്തെ 1.5 വർഷം മുമ്പ് പെരുമ്പാവൂര് ഞങ്ങൾ അക്യുപഞ്ചർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ആ അക്യുപഞ്ചർ 1.5 വർഷം മുമ്പ് ചെയ്ത അക്യുപഞ്ചറിന്റെ ഗുണം കൊണ്ടാണ് ഇന്ന് ഈ കാല് ശരിയായെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ വേദന ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ നമ്മൾ ചിരിക്കും. 1.5 വർഷം മുമ്പ് ചെയ്ത ആ ഒരു റിസൾട്ട് ആണ് ഇന്ന് നമ്മുടെ ബയോടൂറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വന്നു എന്ന് പറയുമ്പോ നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ സമാധാനത്തോടെ എല്ലാം ശിവയായല്ലോ, സന്തോഷമായല്ലോ, ഹാപ്പി ആയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പോരുന്നൊരു അവസ്ഥയുണ്ട്. കാരണം നമ്മൾ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് റിസൾട്ട് എടുത്ത് കൊടുത്തപ്പോൾ 1.5 വർഷം മുമ്പ് ചെയ്ത ഒരു അക്യുപഞ്ചറിന്റെ ഗുണം കൊണ്ടാണ് എന്റെ കാല് ശരിയായെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതേ രീതിയിലുള്ള ആളുകളും ഇപ്പൊ എന്റെ ഗ്രേറ്റ് ലീഡർ അബ്ലാസ് സാറിന് ഇതുള്ള അനുഭവം ഉണ്ട്. സ്ട്രോക്ക് വന്നിട്ട് പാരലൈസ് ആയിട്ട് തളർന്നു പോയിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിസ്സാര ദിവസം കൊണ്ട് ശരിയായിട്ടും പ്രാർത്ഥിച്ച് ശരിയാക്കിയതെന്ന് പറയുന്ന സമൂഹത്തിന്റെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെല്ലാം ഇതിനെ തകർക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം ഇതിനെ എതിര് പറയാൻ ശ്രമിച്ചാലും, ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ നെഞ്ചിലേറ്റ് മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഇനി മനസ്സാരം വിളിക്കാൻ നിൽക്കുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെന്നവരാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ ധാരാളം ആളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക്, നമ്മൾ എന്താണോ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നമ്മൾ ഒരു പക്ഷേയെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങളെ, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി വേണ്ടെന്ന് വെച്ച പല പല കാര്യങ്ങളെയും വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഈ ബയോടൂറിയം എന്ന ഈ ഒരു കമ്പനിയെ നമ്മുടെ കൈക്കുള്ളിൽ മുറുകെ പിടിച്ചുകൊണ്ട്, മുള്ളിൽ പിടിച്ചാൽ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ പോലെ കൈയുടെ ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ ഇതിലൂടെ വിജയിക്കുമെന്ന ഒരു ഉറച്ച ഉറപ്പോടുകൂടി ഇതിനെ നെഞ്ചിലേക്ക് നിന്ന് കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്കുള്ളതാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ഈ ബയോടൂറിയത്തിന്റെ ഒരു ലെജൻഡറി ആയി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് ആവാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോടൂറിയം. താങ്ക് യു.